കണ്ണൂരിന് അനുവദിച്ചിരുന്ന ഡിജിറ്റൽ കോടതി തലശ്ശേരിയിലേക്ക് മാറ്റുന്നതിനെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ശക്തമാകുന്നു. കണ്ണൂർ ബാർ അസോസിയേഷൻ 12-ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കുമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ചില ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് എല്ലാ കോടതികളും തലശ്ശേരിയിലേക്ക് മാറ്റുന്നതെന്ന് ബാർ അസോസിയേഷൻ കുറ്റപ്പെടുത്തി. കണ്ണൂരിന് അനുവദിച്ച ഡിജിറ്റൽ കോടതി തലശ്ശേരിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കണ്ണൂർ ബാർ അസോസിയേഷൻ ഉയർത്തുന്നത്. 12-ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കാനും കളക്ടറേറ്റ് മാർച്ച് നടത്താനും ബാർ അസോസിയേഷൻ തീരുമാനിച്ചു. 117 കൊല്ലമായി ഒരു ജില്ലാ കോടതി കണ്ണൂരിലില്ല. ഇതിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് ഡിജിറ്റൽ കോടതിയെ എല്ലാവരും കണ്ടത്. ആ തീരുമാനവും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ് ചെയ്തതെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ ആരോപിച്ചു. കണ്ണൂരിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 1907-ലാണ് കണ്ണൂരിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ കോടതി ആരംഭിക്കുന്നത്. 117 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കോടതിയില്ലാത്ത ഏക ജില്ലാ ആസ്ഥാനം കണ്ണൂരാണ്. 1962-ൽ ഒരു സബ് കോടതിക്ക് വേണ്ടിയിട്ട്, ജില്ലാ കോടതിയുടെ താഴെ വരുന്ന ഒരു കോടതിയാണ് സബ് കോടതി, ആ സബ് കോടതി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ പ്രയത്നം ഫലം കാണുകയും 2012-ലാണ് കണ്ണൂരിന് ഈ പറയുന്ന സബ് കോടതി അനുവദിച്ചിട്ടുള്ളത്. അതും ഹൈക്കോടതിയിൽ ഒരു റിട്ട് അന്നത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി നിസാർ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹം റിട്ട് ഫയൽ ചെയ്തിട്ട് മഞ്ജുഷ ചെല്ലൂർ എന്ന് പറയുന്ന അന്നത്തെ CJയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രത്യേകമായ ഉത്തരവിലൂടെയാണ് ആ കോടതി അനുവദിച്ചു കിട്ടിയത്. എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിനു പിന്നിൽ സങ്കുചിത ചില താൽപ്പര്യങ്ങളുണ്ടെന്നും ബാർ അസോസിയേഷൻ ആരോപിച്ചു. ഇതാണ് ഡിജിറ്റൽ കോടതി മാറ്റത്തിലൂടെ തെളിയുന്നത്. ഇതിനെതിരെ അഭിഭാഷകർ ഒന്നടങ്കം ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ വ്യക്തമാക്കി. സെക്രട്ടറി അഡ്വക്കേറ്റ് GV പങ്കജാക്ഷൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ്, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് EP ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് PP വേണു എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.